ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടാലി ERPയിൽ ബഡ്ജറ്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമുക്ക് മൾട്ടിപ്പിൾ ബഡ്ജറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും പറ്റും. അത് ആക്ച്വൽ വാല്യൂസിന്റെ കൂടെ കമ്പയർ ചെയ്ത് നോക്കാനും പറ്റും. വേരിയൻസ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനും ടാലിയിൽ നമുക്ക് സാധിക്കും. അപ്പോൾ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബഡ്ജറ്റ് ക്രിയേഷന് മുൻപേ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പോയിട്ട് F11 ഫീച്ചേഴ്സ് എടുത്തിട്ട് അക്കൗണ്ടിങ് ഫീച്ചറിൽ പോയി മെയിൻറ്റെയിൻ ബഡ്ജറ്റ്സ് ആൻഡ് കൺട്രോൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാം. ഇതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ ടാലിയിൽ ബഡ്ജറ്റ് എന്നുള്ള ഫീച്ചർ എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട പാത്ത് എന്ന് പറയുന്നത് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പോയിട്ട് F11 ഫീച്ചേഴ്സ് എടുക്കുക. അതിൽ അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് ഉണ്ടാകും. അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ്സ് ആൻഡ് സിനാരിയോ മാനേജ്മെന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ബഡ്ജറ്റ്സ് ആൻഡ് കൺട്രോൾസ് എന്നുള്ള ഓപ്ഷനിൽ എസ് എന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബഡ്ജറ്റ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിന്റെ സഹായത്തോടെ ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ ഒരു ഗേറ്റ് വേ ഓഫ് ടാലി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്കൊരു കമ്പനി ആദ്യം സെലക്ട് ചെയ്യാം. സെലക്ട് കമ്പനി, ഒരു എക്സിസ്റ്റിംഗ് കമ്പനി സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ABC കമ്പനി എന്ന് പറയുന്ന കമ്പനിയാണ് ഞാൻ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ABC കമ്പനി എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇനി നമ്മൾ F11 ഫീച്ചർ എടുക്കുക. ശരിക്കും അക്കൗണ്ട്സ് ഇൻഫോയിൽ പോയിട്ടാണ് നമ്മൾ ബഡ്ജറ്റ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ അക്കൗണ്ട്സ് ഇൻഫോ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബഡ്ജറ്റ്സ് എന്നുള്ള ഓപ്ഷൻ എനേബിൾഡ് അല്ല, അത് ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, F11 ഫീച്ചേഴ്സ് എടുക്കുക, അവിടെ അക്കൗണ്ടിങ് ഫീച്ചർ എടുക്കുക. ABC കമ്പനിയാണ്. അതിൻ്റെ അകത്ത് ബഡ്ജറ്റ്സ് ആൻഡ് സിനാരിയോ മാനേജ്മെന്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് നമ്മൾ എന്തായിട്ട് കൊടുക്കുക, യെസ് ആയിട്ട് കൊടുക്കുക. ഇനി ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യുക. കൺട്രോൾ Q കൊടുത്ത് ബാക്കിലേക്ക് പോവുക. ഇവിടെ നമുക്ക് ബഡ്ജറ്റ്സ് എന്നുള്ള ഓപ്ഷൻ അക്കൗണ്ട്സ് ഇൻഫോയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ബഡ്ജറ്റ് എന്നുള്ള ഓപ്ഷൻ എനേബിൾഡ് ആണോ എന്ന് നോക്കുക. ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ട്സ് ഇൻഫോയിൽ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ബഡ്ജറ്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പോയിട്ട് അക്കൗണ്ട്സ് ഇൻഫോയിൽ പോയിട്ട് ബഡ്ജറ്റിൽ പോവുക. ബഡ്ജറ്റിൽ പോയിട്ട് ക്രിയേറ്റ് ഓപ്ഷൻ കൊടുത്ത് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാം. ബഡ്ജറ്റ് ക്രിയേഷൻ എന്നുള്ള സ്ക്രീനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മളോട് ആദ്യം ചോദിക്കുന്നത് നെയിം ആണ്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിന്റെ പേരാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എക്സാമ്പിളിൽ തന്നിരിക്കുന്നത് എക്സ്പെൻസസ് ബഡ്ജറ്റ് എന്നാണ്. ആ പേര് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് എൻ്റെ ഗ്രൂപ്പാണ്. അണ്ടർ എന്നുള്ളതാണ്. അണ്ടർ പ്രൈമറി ബഡ്ജറ്റ് ആണ്. പ്രൈമറി ബഡ്ജറ്റിന്റെ കീഴിലാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ബഡ്ജറ്റ് വരുന്നത്. അടുത്ത ഫീൽഡ് പീരീഡ് ഓഫ് ബഡ്ജറ്റ് ആണ്. അവിടെ ഫ്രം ടു ഡേറ്റ് ആണ്. നമുക്ക് 1 മാസത്തേക്കോ 6 മാസത്തേക്ക് ഒരു വർഷത്തേക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഏത് പീരീഡ് ആണോ ആ പീരീഡിന്റെ തുടക്കവും അവസാനമുള്ള ഡേറ്റ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് 1 വർഷത്തേക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും, 1 ഏപ്രിലായിരിക്കും നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റ്. അപ്പം April 1 തൊട്ടടുത്ത വർഷത്തെ 31 മാർച്ച് വരെയാണ് നമ്മൾ 1 വർഷത്തേക്ക് എന്നുള്ള രീതിയിലാണ് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഗ്രൂപ്പ്, ലെഡ്ജർ 2 ഓപ്ഷനാണ്. ഇവിടെ നമ്മൾ ഗ്രൂപ്പാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു ഗ്രൂപ്പിന് മാത്രമായിട്ട് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ പല ഗ്രൂപ്പ് പഠിച്ചായിരുന്നു. ടാലിയിൽ 18 പ്രീ ഡിഫൈൻഡ് ഗ്രൂപ്പ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ എക്സ്പെൻസസ്, ഇപ്പം നമ്മുടെ കേസിലാണെങ്കിൽ നമ്മൾ എക്സ്പെൻസസ് ബഡ്ജറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞ് പല ഗ്രൂപ്പുകളുണ്ട്. സെയിൽസ്, പർച്ചേസ്, ഏത് ഗ്രൂപ്പിന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഗ്രൂപ്പിന് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബഡ്ജറ്റ് ക്രിയേഷൻ സ്ക്രീനിൽ പീരീഡ് ഓഫ് ബഡ്ജറ്റ് പറഞ്ഞതിന് ശേഷം ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ നോ എന്നാണ് കിടക്കുന്നത്. അതെന്തായിട്ട് ടൈപ്പ് ചെയ്യുക, എസ് എന്ന് ടൈപ്പ് ചെയ്യുക. എസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഗ്രൂപ്പിന് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഇവിടെ എസ് എന്ന് കൊടുത്തു, എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സ്ക്രീനിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ഗ്രൂപ്പ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ള ഗ്രൂപ്പ് നെയിമാണ് കൊടുക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിളിൽ സെപ്പറേറ്റ് ഗ്രൂപ്പിന് സെപ്പറേറ്റ് ആയിട്ട് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനിവിടെ ഗ്രൂപ്പ് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ളൊരു ഗ്രൂപ്പ് എടുത്തിട്ട് അതിലേക്ക് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഇവിടെ ഗ്രൂപ്പ് നെയിം ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് കൊടുത്തിട്ടുണ്ട്.
അടുത്ത ചോദിച്ചിരിക്കുന്നത് ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് ആണ്. ടൈപ്പ് ഓഫ് ബഡ്ജറ്റിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഓൺ ക്ലോസിംഗ് ബാലൻസും ഉണ്ട്, ഓൺ നെറ്റ് ട്രാൻസാക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓൺ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസിന്റെ ടേംസിലായിരിക്കും ബഡ്ജറ്റ് റിപ്പോർട്ടൊക്കെ പറയുന്നത്. ഓൺ നെറ്റ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് ആ ട്രാൻസാക്ഷൻ എമൗണ്ടിനായിരിക്കും നമ്മളവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഡെബിറ്റ് ക്രെഡിറ്റ് ആ എമൗണ്ടിന് ഇമ്പോർട്ടൻസ് കൊടുത്തു വരുന്നതാണ് ഓൺ നെറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ക്ലോസിംഗ് ബാലൻസിനും ഓപ്പണിംഗ് ബാലൻസിനും ആണ് നമ്മൾ ബഡ്ജറ്റിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യുക? ഓൺ ക്ലോസിംഗ് ബാലൻസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പം നമ്മളിവിടെ ഓൺ ക്ലോസിംഗ് ബാലൻസ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്തത് എമൗണ്ട് ആണ് ചോദിക്കുന്നത്. അപ്പൊ ഈ ഗ്രൂപ്പിന് മാത്രമായിട്ട് നമ്മൾ എത്രയാണോ ബഡ്ജറ്റ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ആ എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 2.5 ലക്ഷം എന്നുള്ളൊരു എമൗണ്ട് ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം മൊത്തം നമുക്ക് 2.5 ലക്ഷം എമൗണ്ട് ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബഡ്ജറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഗ്രൂപ്പ് ബഡ്ജറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇത് അക്സെപ്റ്റ് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്തു. ഇനി അടുത്തത് ലെഡ്ജേഴ്സ് ആണ്. അപ്പോൾ ഗ്രൂപ്പിന് ബഡ്ജറ്റ് 2.5 ലക്ഷം എന്നുള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇനി അടുത്തത് ആ ഗ്രൂപ്പിന് താഴെയുള്ള ലെഡ്ജേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം? ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ എടുത്തിരിക്കുന്ന ലെഡ്ജേഴ്സ് എന്ന് പറയുന്നത് ടെലിഫോൺ എക്സ്പെൻസസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പിന്നെ ട്രാവലിംഗ് എക്സ്പെൻസസ്. 3 ലെഡ്ജേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. 3 അക്കൗണ്ട് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മൊത്തം എമൗണ്ട് പറഞ്ഞു 2.5 ലക്ഷം പറഞ്ഞു അല്ലെ. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ടെലിഫോൺ എക്സ്പെൻസസിന് 50,000, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി 1 lakh, ട്രാവലിംഗ് എക്സ്പെൻസസ് 2 lakhs. ഈ രീതിയിലാണ് എന്ത് പറയുന്നത് ഇവിടെ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഒരു ഗ്രൂപ്പിന് മൊത്തത്തിൽ നമ്മൾ 2.5 ലക്ഷം എന്ന് പറഞ്ഞെങ്കിലും ആ 2.5 ലക്ഷം എമൗണ്ട് നമ്മൾ ആ ഗ്രൂപ്പിന് കീഴിലുള്ള ലെഡ്ജേഴ്സിൽ നമുക്ക് എന്ത് ചെയ്തു? നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ ഓരോ ലെഡ്ജറിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടുത്തത് നമുക്ക് അത് ചെയ്യാം. അപ്പോൾ ഇവിടെ ലെഡ്ജേഴ്സിന്റെ താഴെ നോ എന്നാണ് കിടക്കുന്നത്. അത് എന്ത് ചെയ്യും? നമ്മൾ എസ് ആയിട്ട് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലെഡ്ജർ ബഡ്ജറ്റ് ക്രിയേഷൻ സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അക്കൗണ്ട് നെയിം ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം കിടക്കുന്നത് ഏതാ? ടെലിഫോൺ എക്സ്പെൻസസ് അല്ലെ. ടെലിഫോൺ എക്സ്പെൻസ് എന്നുള്ള അക്കൗണ്ട് നെയിം നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ടി എന്ന് ടൈപ്പ് ചെയ്യും. ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ലിസ്റ്റ് ഓഫ് ലെഡ്ജേഴ്സ് എന്നുള്ളതിൽ ടെലിഫോൺ എന്നുള്ള ലെഡ്ജർ കാണുന്നില്ല. കാരണം എന്താ? നമ്മളത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഈ സ്ക്രീനിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പുതിയൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അതല്ലാണ്ട് നമ്മൾ ബാക്കിലേക്ക് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പോയിട്ട് ലെഡ്ജർ ക്രിയേഷൻ്റെ സ്ക്രീൻ എടുക്കുന്നില്ല. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാണ്? നമ്മൾ ആ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഓൾട്ട് സി പ്രസ് ചെയ്യാം. ഓൾട്ട് സി പ്രസ് ചെയ്യുമ്പോൾ ലെഡ്ജർ ക്രിയേഷൻ സ്ക്രീൻ നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് കൊടുക്കാം ടെലിഫോൺ എക്സ്പെൻസസ് എന്നുള്ളൊരു ലെഡ്ജർ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിന് എൻ്റെ ഗ്രൂപ്പ് ഏതായിരിക്കും? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ള ഗ്രൂപ്പിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ള ഗ്രൂപ്പിന്റെ കീഴിൽ വേണം ക്രിയേറ്റ് ചെയ്യാൻ. ടൈപ്പ് ഓഫ് ലെഡ്ജർ നമ്മളിവിടെ കൊടുക്കുന്നില്ല. ദെൻ അക്സെപ്റ്റ് എന്നുള്ള സ്ക്രീൻ വന്നിട്ടുണ്ട്, ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ഇനി അടുത്ത നമ്മൾ തൊട്ട് മുന്നത്തെ ഗ്രൂപ്പ് ബഡ്ജറ്റിന്റെ ക്രിയേഷൻ സ്ക്രീനിൽ പറഞ്ഞ അതേ ഓപ്ഷൻ തന്നെയാണ് കാണുന്നത്. ഓൺ ക്ലോസിംഗ് ബാലൻസ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ടൈപ്പ് ഓഫ് ബഡ്ജറ്റിന്റെ കീഴിൽ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അടുത്തത് എമൗണ്ട് 50,000 ആയിരുന്നു. അത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ടെലിഫോൺ എക്സ്പെൻസ് എന്നുള്ള അക്കൗണ്ടിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തു. അടുത്തത് നമുക്ക് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്നുള്ള അക്കൗണ്ടിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ആ ലെഡ്ജർ ആദ്യമേ തന്നെ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നിന്നുകൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ പുതിയൊരു കമ്പനി സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഈ ലെഡ്ജേഴ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബഡ്ജറ്റ് ക്രിയേഷൻ സ്ക്രീനിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഓൾട്ട് സി കൊടുത്ത് ലെഡ്ജർ ക്രിയേഷൻ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്നുള്ള ലെഡ്ജർ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് അക്സെപ്റ്റ് ചെയ്തു. അടുത്ത നമ്മൾ ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് എന്നുള്ള ഓപ്ഷനാണ് ചോദിക്കുന്നത്. അവിടെ ഓൺ ക്ലോസിംഗ് ബാലൻസ് സെലക്ട് ചെയ്തു. എമൗണ്ട് എത്രയാണ്? 1 lakh ആണ്. 1 lakh എന്നുള്ള എമൗണ്ട് കൊടുത്തു. അടുത്തത് ട്രാവലിംഗ് എക്സ്പെൻസ് ആണ്. ആദ്യമേ തന്നെ അതിന്റെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. കൺട്രോൾ സി കൊടുത്തിട്ട് ട്രാവലിംഗ് എക്സ്പെൻസ്. ട്രാവലിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ കീഴിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ അക്സെപ്റ്റ് ചെയ്തു. ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് ചോദിച്ചിട്ടുണ്ട്. ഓൺ ക്ലോസിംഗ് ബാലൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ എമൗണ്ട് 2 lakh ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3 അക്കൗണ്ടിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ അക്സെപ്റ്റ് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്തു. ഇനി അടുത്തത് ബഡ്ജറ്റ് ക്രിയേഷനുള്ള സ്ക്രീനിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് കൺട്രോൾ ക്യൂ കൊടുത്തിട്ട് ബാക്കിലേക്ക് പോവുക. ഇവിടെ നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ
അക്കൗണ്ട്സ് ഇൻഫോ എന്നുള്ള ഓപ്ഷനിലേക്കാണ് തിരിച്ചു വന്നിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്ത് നോക്കാം. ഇവിടെ കുറച്ച് ട്രാൻസാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബഡ്ജറ്റ് റിപ്പോർട്ട് നമുക്ക് കാണണം. റിപ്പോർട്ട് കാണുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ വൗച്ചർ ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ആ വൗച്ചറിൽ ട്രാൻസാക്ഷൻസ് ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് നോക്കിയാലേ എന്ത് കാണാൻ പറ്റത്തുള്ളൂ, ബഡ്ജറ്റ് റിപ്പോർട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ടെലിഫോൺ എക്സ്പെൻസും പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്നുള്ള അക്കൗണ്ടും പിന്നെ ട്രാവലിംഗ് എക്സ്പെൻസ് എന്നുള്ള 3 അക്കൗണ്ടും ആയിരുന്നു. അപ്പോൾ പേയ്മെന്റ് വൗച്ചർ യൂസ് ചെയ്തിട്ട് ഈ പറയുന്ന അക്കൗണ്ട്സിലേക്ക് നമുക്ക് പേയ്മെന്റ് നടത്തിയതായിട്ട് കാണിക്കാം. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറയുന്ന എമൗണ്ട് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് 30,000, ടെലിഫോൺ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്നത് 30,000, പിന്നെ ട്രാവലിംഗ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് 40,000 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പേയ്മെന്റ് വൗച്ചർ ഉപയോഗിച്ച് ഈ അക്കൗണ്ട്സിലേക്ക് നമുക്ക് പേയ്മെന്റ് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ എന്ത് ചെയ്യുക, ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പോവുക. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പോയിട്ട് അക്കൗണ്ടിംഗ് വൗച്ചർ എടുക്കുക. അക്കൗണ്ടിംഗ് വൗച്ചർ എടുത്തിട്ട് പേയ്മെന്റ് വൗച്ചറിൽ നമുക്ക് ആദ്യമേ എന്ത് കൊടുക്കാം, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആദ്യം നമുക്ക് ടെലിഫോൺ എക്സ്പെൻസ് എന്നുള്ള അക്കൗണ്ട് കൊടുക്കാം. അത് ഡെബിറ്റ് ആയിട്ടും ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റും ആയിട്ട് കാണിക്കാനാണ് നമ്മുടെ എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ബാങ്ക് അക്കൗണ്ട് തന്നെ യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് ക്യാഷ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ എമൗണ്ട് ഈ ട്രാൻസാക്ഷൻ നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഇവിടെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ടെലിഫോൺ എക്സ്പെൻസ് എന്നുള്ള ലെഡ്ജർ സെലക്ട് ചെയ്തു. എമൗണ്ട് ആയിട്ട് എത്രയാണ്, 30,000 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടെലിഫോൺ എക്സ്പെൻസ് ആയിട്ട് 30,000 ആണ് വന്നിരിക്കുന്നത്. ആ എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനി ക്യാഷ് പേയ്മെന്റ് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം ക്യാഷ് എന്നുള്ള ഫീൽഡിൽ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഏത് ലെഡ്ജർ സെലക്ട് ചെയ്യുക, ക്യാഷ് എന്നുള്ള ലെഡ്ജർ നമ്മൾ സെലക്ട് ചെയ്യാം. നമ്മളത് സെലക്ട് ചെയ്തു. ഇനി അക്സെപ്റ്റ് ചെയ്യാം. ഇത് അക്സെപ്റ്റ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ആണ്. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്നുള്ള ട്രാൻസാക്ഷൻ കാണിക്കാം. അപ്പം പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഫീൽഡിൽ നമ്മൾ എത്രയാണ് പേ ചെയ്തിരിക്കുന്നത്, 30,000 ആണ്. ആ 30,000 എന്നുള്ളത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്നുള്ള ഫീൽഡ് സെലക്ട് ചെയ്തു. ഡെബിറ്റ് 30,000 നമ്മൾ എൻ്റർ ചെയ്തു. ക്യാഷ് പേയ്മെന്റ് ആയിട്ടാണ് നമ്മളിവിടെ കാണിക്കുന്നത്. നരേഷൻ ആവശ്യമുണ്ടെങ്കിൽ നരേഷൻ കൊടുക്കുക. സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്യും. ഇനി അടുത്തത് ട്രാവലിംഗ് എക്സ്പെൻസസ് ആണ്. ട്രാവലിംഗ് എക്സ്പെൻസസ് എന്നുള്ള ഫീൽഡിൽ 40,000. അപ്പം ഡെബിറ്റ് സൈഡിൽ നമ്മൾ ട്രാവലിംഗ് എക്സ്പെൻസസ് സെലക്ട് ചെയ്യുക. 40,000 ആണ് നമ്മൾ പേയ്മെന്റ് വൗച്ചറിൽ കാണിക്കുന്നത്. ക്യാഷ് പേയ്മെന്റ് ആണ്. 40,000 നമ്മൾ കാണിച്ചിട്ടുണ്ട്. നരേഷൻ ആവശ്യമുണ്ടെങ്കിൽ നരേഷൻ കൊടുക്കുക. അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് 3 ട്രാൻസാക്ഷൻസും നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബഡ്ജറ്റ് റിപ്പോർട്ട് എടുത്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വരിക. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നതിന് ശേഷം ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷനിൽ ട്രയൽ ബാലൻസ് എടുക്കുക. ട്രയൽ ബാലൻസ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സ്ക്രീൻ കിട്ടും. ട്രയൽ ബാലൻസിൻ്റെ സ്ക്രീൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓൾട്ട് F1 പ്രസ് ചെയ്യാനായിട്ട് ഓൾട്ട് F1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് ഇവിടെ കാണാം. ഇനി അതിൻ്റെ താഴെയായിട്ട് ബഡ്ജറ്റ് വേരിയൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട്. ബഡ്ജറ്റ് വേരിയൻസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ബട്ടൺ ഇവിടെ ഉണ്ട് ഈ ഓട്ടോ കോളമിൻ്റെ താഴെയായിട്ട്. ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓൾട്ട് B എന്നുള്ള കീ പ്രസ് ചെയ്യാം. അപ്പോൾ ഓൾട്ട് B എന്നുള്ള കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും, ബഡ്ജറ്റ് വേരിയൻസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഓൾട്ട് B ഞാൻ പ്രസ് ചെയ്തു. നേരം വേരിയൻസ് അനാലിസിസ് എന്നുള്ളതിൽ ഏത് ബഡ്ജറ്റ് ആണെന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ എക്സ്പെൻസസ് ബഡ്ജറ്റ് എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ബഡ്ജറ്റ് വേരിയൻസ് കിട്ടി. ഓക്കെ, ഇതാണ് നമുക്ക് സ്ക്രീൻ. ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടും കാണാം, അല്ലാതെയും കാണാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് 3 കോളമായിട്ടാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ആദ്യത്തിൽ വന്നിരിക്കുന്നത് എക്സ്പെൻസസ് ബഡ്ജറ്റ്, നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബഡ്ജറ്റാണ് എക്സ്പെൻസസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് കോളത്തിൽ വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കോളത്തിൽ വന്നിരിക്കുന്നത് ആക്ച്വൽസ്, ഇത് നമ്മുടെ ബഡ്ജറ്റും ഇത് ആക്ച്വൽ ട്രാൻസാക്ഷൻ എമൗണ്ടും ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ബഡ്ജറ്റ് വേരിയൻസ് എന്നുള്ളതാണ് മൂന്നാമത്തെ കോളത്തിൽ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബഡ്ജറ്റ് ആദ്യമേ കാണിക്കും, ആക്ച്വൽ വാല്യൂ രണ്ടാമത് കാണിക്കും, മൂന്നാമത് എന്താണ് കാണിക്കുന്നത്, ബഡ്ജറ്റ് വേരിയൻസ് ആണ് കാണിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇവിടെയാണ് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറയുന്ന ലെഡ്ജറിന് നമ്മൾ 1 lakh ആണ് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി നമുക്ക് എത്ര ചിലവായുള്ളൂ? 30,000 മാത്രമേ നമുക്ക് അതിൽ പേ ചെയ്യേണ്ടതായിട്ട് വന്നുള്ളൂ. അപ്പം ബാക്കി ഇപ്പം എത്രയുണ്ട്? അതിൽ 30% നമ്മൾ അലോക്കേറ്റ് ചെയ്ത ബഡ്ജറ്റിന്റെ 30% മാത്രമേ നമുക്ക് ഇവിടെ ആക്ച്വൽ വാല്യൂവിൽ നമുക്ക് ശരിക്കും നമുക്ക് അത്ര പേയ്മെന്റ് വന്നിട്ടുള്ളൂ. ഇനി ബാക്കി എത്രയുണ്ട്? 70,000 എന്നുള്ള വാല്യൂ ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ടെലിഫോൺ എക്സ്പെൻസ് എത്രയായിരിക്കും? 50,000 ആണ് നമ്മൾ അലോക്കേറ്റ് ചെയ്തത്. 30,000 മാത്രമേ നമുക്ക് ടെലിഫോൺ ചാർജ് വന്നിട്ടുള്ളൂ. ബാക്കി എത്രയുണ്ട്? 20,000 ഉണ്ട്. അതേപോലെ തന്നെ ട്രാവലിംഗ് എക്സ്പെൻസും അത് 2 lakh ആയിരുന്നു. 40,000 മാത്രമേ നമുക്ക് ചിലവ് വന്നിട്ടുള്ളൂ. ബാക്കി എത്രയുണ്ട്? 1,60,000 ഇവിടെ ഉണ്ട്. ഈ രീതിയിലായിരിക്കും നമുക്ക് ബഡ്ജറ്റ് വേരിയൻസ് കാണാനായിട്ട് പറ്റുന്നത്. ഇനി ഇതിന്റെ അകത്ത് നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബഡ്ജറ്റിനേക്കാളും കൂടിയ ഒരു വാല്യൂ ആണ് ആക്ച്വൽസിൽ വരുന്നതെങ്കിൽ നമുക്ക് ഇവിടെ വേരിയൻസ് നോക്കുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് എമൗണ്ട് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ ഒരു ഓപ്ഷനും കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മോർ ഡീറ്റെയിൽഡ് അല്ലെ, ഇവിടെ ഫോർ മോർ ഡീറ്റെയിൽഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു റെക്കോർഡ് ടെലിഫോൺ എക്സ്പെൻസസ്, അതായത് ഇപ്പം നമ്മൾ ടെലിഫോൺ എക്സ്പെൻസ് ആയിട്ട് ഒരു 30,000 റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഒരു 30,000 കൂടി എന്ത് ചെയ്യുക? പേയ്മെന്റ് നടത്തിയതായിട്ട് കാണിക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്വിറ്റ് ചെയ്തിട്ട് ഗെറ്റ് വേ ഓഫ് ടാലിയിൽ വന്നു, അക്കൗണ്ടിങ് വൗച്ചർ എടുത്തു, അവിടെ പേയ്മെന്റ് വൗച്ചർ എടുത്തു, ടെലിഫോൺ എക്സ്പെൻസ് സെലക്ട് ചെയ്തു, 30,000 എന്നുള്ളത് എൻ്റർ ചെയ്തു. ക്യാഷ് പേയ്മെന്റ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നരേഷൻ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക, അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ ആദ്യം ടെലിഫോൺ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 30,000 പേയ്മെന്റ് കാണിച്ചായിരുന്നു. ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്തു? ടെലിഫോൺ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു 30,000 കൂടെ പേയ്മെന്റ് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ മൊത്തം എത്രയായി? 60,000 ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് എത്രയായിരുന്നു? 50,000 ആയിരുന്നു അലോക്കേറ്റ് ചെയ്തത്. ഡിസ്പ്ലേയിൽ പോയിട്ട് ട്രയൽ ബാലൻസിൽ പോയിട്ട് റിപ്പോർട്ട് എടുത്തു. അപ്പം നമ്മൾ മൊത്തം അലോക്കേറ്റ് ചെയ്ത് എത്രയായിരുന്നു? 50,000 ആയിരുന്നു അലോക്കേറ്റ് ചെയ്തത്. പക്ഷെ ടെലിഫോൺ ചാർജ് ആയിട്ട് എത്ര വന്നിട്ടുണ്ട്? 60,000 വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബഡ്ജറ്റിനേക്കാളും കൂടുതൽ ആക്ച്വൽ വാല്യൂവിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഡീറ്റെയിൽഡ് നോക്കിയാണെങ്കിൽ മനസ്സിലാവും. ടെലിഫോൺ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബഡ്ജറ്റ് 50,000 ആയിരുന്നു. പക്ഷെ നമുക്ക് എത്രയാണ്? ആക്ച്വൽ വാല്യൂ എത്രയാണ്? 60,000 ആണ്. അപ്പം മൊത്തം എത്രയുണ്ട്? ക്ലോസിംഗ് ബാലൻസ് വരുമ്പോൾ വേരിയൻസ് എന്താണ്? ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അത് എത്രയാണ്? 10,000 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും ഗ്രൂപ്പ് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും ലെഡ്ജറിന് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും പിന്നെ അതിന്റെ ബഡ്ജറ്റ് വേരിയൻസ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ ആ റിപ്പോർട്ട് കാണുന്നതും. അതായത് 3 കോളം ഉണ്ടായിരിക്കും. ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബഡ്ജറ്റ്, പിന്നെ അതിന്റെ ആക്ച്വൽ വാല്യൂ, പിന്നെ അതിന്റെ വേരിയൻസ്. ഓക്കെ, എത്രയാണ് ബഡ്ജറ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ബഡ്ജറ്റ് റിപ്പോർട്ട് നോക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. ഓൾട്ടറിങ് ആൻഡ് ഡിലീറ്റിംഗ് ബഡ്ജറ്റ്. ഇപ്പം നമുക്കൊരു ബഡ്ജറ്റ് ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും ചെയ്യേണ്ടത്? ക്വിറ്റ് ചെയ്ത് നമ്മൾ ഗെറ്റ് വേ ഓഫ് ടാലിയിലേക്ക് വരിക. ഗെറ്റ് വേ ഓഫ് ടാലിയിൽ വന്നിട്ട് അക്കൗണ്ട്സ് ഇൻഫോ എടുക്കുക. അക്കൗണ്ട്സ് ഇൻഫോയിൽ ബഡ്ജറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ബഡ്ജറ്റ് എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ ഓൾട്ടർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓൾട്ടറിൽ നമ്മൾ എക്സ്പെൻസ് ബഡ്ജറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഫീൽഡിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ബഡ്ജറ്റ് ഓൾട്ടർ ചെയ്യാനായിട്ടും പറ്റും. അതേപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനായിട്ടും നമുക്ക് പറ്റും. അപ്പോൾ ഇതാണ് ബഡ്ജറ്റ് ക്രിയേഷനെ കുറിച്ചിട്ട് നമുക്ക് പൊതുവെ പറയാനുള്ളത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എത്രയായിരുന്നു? ബഡ്ജറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ആദ്യം ബഡ്ജറ്റ് എങ്ങനെ എനേബിൾ ചെയ്യാന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് നമുക്ക് F11 എന്നുള്ള ഫീച്ചർ എടുത്തിട്ട് അക്കൗണ്ടിങ് ഫീച്ചറിൽ പോയിട്ട് ബഡ്ജറ്റ് എന്നുള്ള ഫീച്ചർ നമ്മൾ എനേബിൾ ചെയ്യുക. അപ്പം നമുക്ക് ഗെറ്റ് വേ അക്കൗണ്ട്സ് ഇൻഫോയിൽ ബഡ്ജറ്റ് എന്നുള്ള ഓപ്ഷൻ കിട്ടും. അക്കൗണ്ട്സ് ഇൻഫോയിൽ പോയിട്ട് ബഡ്ജറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ബഡ്ജറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ അവിടെ ക്രിയേറ്റ്, ഓൾട്ടർ എന്നുള്ള രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ക്രിയേറ്റ് സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് ക്രിയേഷൻ സ്ക്രീനിൽ വരും. ഇവിടെ ആദ്യമേ ബഡ്ജറ്റിന്റെ പേര് പറയുക, പിന്നെ പീരീഡ് പറയുക, പിന്നെ ഗ്രൂപ്പ് ബഡ്ജറ്റ് ആണെങ്കിൽ ഗ്രൂപ്പ് ഓപ്ഷൻ കൊടുക്കുക. ലെഡ്ജേഴ്സിന് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ലെഡ്ജേഴ്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുക. റിപ്പോർട്ട് കാണാനായിട്ട് നമ്മൾ എവിടെ പോകണം? ഗെറ്റ് വേ ഓഫ് ടാലിയിൽ പോയിട്ട് ഡിസ്പ്ലേയിൽ പോയിട്ട് ട്രയൽ ബാലൻസിൽ പോവുക. ട്രയൽ ബാലൻസിന്റെ അകത്ത് ബഡ്ജറ്റ് വേരിയൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഓൾട്ട് ബി എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് വേരിയൻസ് കാണാനായിട്ട് സാധിക്കും. ഇത്രയാണ് ബഡ്ജറ്റിനെ കുറിച്ച് പൊതുവെ പറയാനുള്ളത്. താങ്ക് യു.